യേശുവിൻ്റെ കാൽപാദം പതിഞ്ഞ ആ ഒരു പാറ ഇവിടെ കാണാം. നമ്മളിപ്പോൾ ഇസ്രായേലിലെ ജെറുസലേമിലാണ്. നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈശോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രാർത്ഥന പഠിപ്പിച്ച സ്ഥലം. നമ്മളെ ആ കാണുന്ന മലയിലോട്ട് വീണ്ടും പോവാണ്. ദൈവദൂതനെ പോലെ ഒരു അപ്പൂപ്പൻ അല്ലേ? കറക്റ്റായിട്ട് അപ്പൂപ്പൻ വന്ന് ഹലോ ഒരു ബാറ്ററി വണ്ടിയാണ്. അപ്പോൾ പുള്ളിക്ക് ഒരു 30 ഷെക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി മുകളിലോട്ട് എത്തിച്ചേരാന്ന് പറഞ്ഞു. കറക്റ്റ് ടൈമിൽ വന്നിട്ടോ. എന്താണല്ലേ, ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു ഇനി നേരത്തെ അതിൻ്റെ മുകളിൽ നിന്നാണ് ഇറങ്ങി വന്നത്, ഇനി തിരിച്ച് അതിൻ്റെ മുകളിൽ കയറണം. കാരണം 5 മണിയാകുമ്പോൾ ഇതെല്ലാം അടയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോയായിരുന്നു. ഈ മല എങ്ങനെ കയറുന്ന ആലോചിച്ച് വന്നപ്പോഴാണ് കറക്റ്റായിട്ട് അപ്പൂപ്പൻ വന്നത്. അതെ, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ്. ഈ കാണുന്ന മലമുകളിലോട്ട് മുഴുവൻ ഈ വഴിയിലൂടെ കയറണം ആയിരുന്നു, അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. പണിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ അപ്പൂപ്പൻ വന്നത് കേട്ടോ. കൃത്യസമയത്ത് വന്നു. ഓക്കെ, 30 പറഞ്ഞിട്ട് 40 മേടിച്ചേ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഇവിടെ വന്നേക്കാണ്. അപ്പം നമ്മൾ ഉള്ളത് ഈ ഒലിവ് മലയുണ്ടല്ലോ, ഒലിവ് മലയുടെ തൊട്ടടുത്താണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അതുപോലെ തന്നെ നമ്മളിനി അടുത്ത് കാണാൻ പോകുന്ന ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈശോ സ്വർഗാരോഹണം ചെയ്ത സ്ഥലം കൂടിയുണ്ട്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിന് ശേഷം നാളെ അങ്ങോട്ടായിരിക്കും പോകുന്നത് കേട്ടോ. ഇവിടെ എൻട്രി ചെയ്യാനായിട്ട് ഒരാൾക്ക് 24 അല്ല, ഒരാൾക്ക് 12 ഷെക്കലാണ്. ആണല്ലേ, കൊറോണക്ക് മുമ്പ് ഫ്രീ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 12 ഷെക്കലാണ് ഒരാൾക്ക് വരുന്ന എൻട്രി ഫീ. പല വിശുദ്ധ സ്ഥലങ്ങളും കൊറോണയ്ക്ക് മുമ്പ് ഫ്രീ ആയിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും എൻട്രി ഉണ്ടല്ലേ? യെസ്. അപ്പോൾ നമ്മളിങ്ങനെ കയറി. പേര് പാറ്റർ നോസ്റ്റർ എന്നാണ്. പാറ്റർ നോസ്റ്റർ. ഏകദേശം ഒരു 500-ന് മേലെ ഭാഷകളിൽ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. കുറേ ഭാഷകളുള്ള കൂട്ടത്തിൽ നമ്മുടെ മലയാളത്തിലും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? കൊച്ചി ഡൈസസ് കേരള ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സ്ലീബ കാട്ടുമങ്കാട്ടു എനിക്കൊന്ന് കോർഡിനേറ്റ് ചെയ്ത് എൻ്റെ ചെയ്ത ആളാണല്ലേ. ഇവിടെ എഴുതി വെച്ചേക്കണത് ഒന്നും അയ്യോ, ഇതെന്താ? കൊങ്ങിണി ഓഫ് ഗോവ, മറാഠി, തെലുങ്കു, കൊങ്ങിണി. 25 ഭാഷ ഇന്ത്യൻ ഭാഷയുണ്ട്. ഇന്ത്യയിലെ തന്നെ എത്ര ഭാഷ എടുത്താൽ അവിടെ ഫുള്ളെന്ന് അറിയുമല്ലേ? അപ്പോൾ ഇതൊക്കെ ഏത് ഭാഷയാണ് ദൈവത്തിന് അറിയാം. ഇതെന്താ എഴുതി വെച്ചാണോ? പാപ്പുവ, എനിക്കൊന്ന് പാപ്പുവ ന്യൂഗിനിയിലായിരിക്കും. കന്നഡ, അതൊക്കെ ഉണ്ട്. ഇവിടെ ഇന്തോനേഷ്യൻ ലാംഗ്വേജൊക്കെ കാണാം. പിന്നെ ഇതൊന്നും ഇതുവരെ കേൾക്കാത്ത ലാംഗ്വേജുകൾ, പേരൊന്നും അറിയില്ല. ഇതെന്താ? സുഡാനീസ് അല്ല, സുഡാനീസ് അല്ലത്, സൻഡൈനൈസ് അങ്ങനെ എന്തൊക്കെയാണ്. അയ്യോ, ഇതിനും മാത്രം ഭാഷകളുടെ ഇങ്ങനത്തെ പേരുകളൊക്കെ ആദ്യമായിട്ടാണ്. ഇവിടെ ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങാനായിട്ടൊരു ഭാഗമുണ്ട്. ഇവിടെ ഇറങ്ങി വരുമ്പോൾ അന്നുണ്ടായിരുന്ന ഒലിവുമലയില്ലേ, ഒലിവുമലയിൽ ഉണ്ടായിരുന്ന കല്ലിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. ഇത് കണ്ട വലിയൊരു പാറ. ഇത് ആക്ച്വലി ഗുഹ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഉണ്ടാക്കിയെടുത്തായിരിക്കും തോന്നുന്നു. പക്ഷെ ഇവിടെ കാണുന്ന പാറകളെല്ലാം അന്നുണ്ടായിരുന്ന ആ പാറകളുടെ ഭാഗങ്ങളാണ്. ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ അടച്ചിട്ടൊക്കെയാണ്. ഇതൊക്കെ ഉണ്ടോ? പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടിട്ട് ഇതൊക്കെ. ഈ തൂണൊക്കെ ബൈസന്റൈൻ കാലഘട്ടങ്ങളിലെ പള്ളികളുടെ, ബൈസന്റൈൻ കാലഘട്ടത്തിലെ പള്ളികൾ. ആ കാലഘട്ടങ്ങളിലാണ് വിശുദ്ധ നാട്ടിലെ പള്ളികളെല്ലാം പണിത്. ഇവിടെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലൻ വിശുദ്ധ നാട്ടിലെ എല്ലാ ദേവാലയങ്ങളും പണിത്. അതായത് ബൈസന്റൈൻ രാജാവ് എന്നാണ് പറയുന്നത്. ബൈസന്റൈൻ കാലഘട്ടങ്ങളിലാണ്, അതായത് ബൈസന്റൈൻ ഭരണകാലത്ത്. ബൈസന്റൈൻ ചക്രവർത്തിയാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ബൈസന്റൈൻ കാലഘട്ടം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയാണ് ഹെലൻ രാജ്ഞിയാണ് ഈ സ്ഥലങ്ങളെല്ലാം മറ്റേ പള്ളികളൊക്കെ പണിതല്ലേ. ദർശനം കിട്ടുന്നു, ഇന്ന സ്ഥലത്ത് ഈശോയുടെ കുരിശുണ്ടെന്ന്. അങ്ങനെ ഈശോയുടെ കുരിശ് കണ്ടെത്താനുള്ള ആഗ്രഹത്തിലാണ് ഹെലൻ രാജ്ഞി ഇവിടെ വരുന്നതും കുരിശ് കണ്ടെത്തുന്നു. പിന്നീട് ഈശോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എവിടെയെല്ലാം ഈശോ ആയിരുന്നു അവിടെയെല്ലാം ഗവേഷണങ്ങൾ നടത്തി എല്ലാം കണ്ടുപിടിച്ച് അങ്ങനെയാണ് ദേവാലയങ്ങൾ പണിത്. ഇവിടെ കണ്ട, ഇവിടെ ഒരു ഒലിവ് തോട്ടം കാണാം കേട്ടോ. കൊറിയൻ, തായ്ലൻഡീസ് അങ്ങനെയൊക്കെ ഭാഷ ഉണ്ടോ. ഇവിടെ ഉക്രൈനി നമ്മൾ പള്ളിയുടെ ഉള്ളിലോട്ടാണ്ടാ പോണ. യെസ്, കാത്തലിൻ. ഇവിടെ ഇറ്റാലിയൻ, ഫ്രഞ്ച്, അത് കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ളതാണ്. കണ്ട,
ഹീബ്രു ഇംഗ്ലീഷ്. ഇത് കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് തൊട്ട് നോക്കാൻ ടച്ച് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് പള്ളി. ഈ പള്ളിയുടെ ഉള്ളിലും അയ്യോ ഞാൻ വിചാരിച്ച ആരോ നിൽക്കുന്നതാണെന്ന്. ഔസേപിതാവളെ. അപ്പോൾ ഇതാണ് പള്ളി. ഈ പള്ളിയുടെ ഉള്ളിലും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവിനും തുടങ്ങുന്ന പ്രാർത്ഥനയുടെ പല ഭാഷകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട സ്ഥലമാണ് ആ നേരെ കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പയ്യെ ഇങ്ങനെ നടക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് നടന്നാൽ മതി, അടുത്ത സ്ഥലത്തെത്തും. അടുത്ത സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈശോ ഉയർപ്പിന് ശേഷം സ്വർഗാരോഹണം ചെയ്ത ആ ഒരു സ്ഥലം. യെസ്, അത് മാത്രമല്ല രണ്ടാം വരവിൽ വന്നിറങ്ങാനുള്ള സ്ഥലവും. യെസ്, അതുകൊണ്ട് ഇവിടെ എൻട്രി ടിക്കറ്റും ഉണ്ട്. മൗണ്ട് ഓഫ് ഒലിവിന് എഴുതിയിട്ടുണ്ട്. എത്രയെന്ന് ചോദിക്കാം. ഹായ്, ഹൗ മച്ച്? ഇതിനു മുമ്പ് ഇവിടെ പല ദേവാലയങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ബൈസന്റൈൻ കാലഘട്ടങ്ങളിലാണ് ഓരോ വിശുദ്ധ സ്ഥലങ്ങളിലും പള്ളികൾ പണിതത്, ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെയും ഉണ്ടായിരുന്നു ദേവാലയം. പിന്നീട് വന്ന സാമ്രാജ്യ ശക്തികളുടെ ആധിപത്യത്തിൽ പലരും ഇവിടെ പിടിച്ചെടുത്തു. ഇവിടെ ഇപ്പം നിലവിൽ ഈ എടിക്കുൾ എന്നാണ് നമ്മളിതിന് പറയുന്നത്. ഇങ്ങനെയുള്ള കൂടാരങ്ങൾക്ക് എടിക്കുൾ എന്നാണ് പറയുന്നത്. ഈ ഒരു എടിക്കുള് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, മേലെ ഒരു കുരിശില്ല, അല്ലെങ്കിൽ ഒരു ചന്ദ്രക്കലയില്ല, യൂതന്മാരുടെ ഒരു സ്റ്റാറില്ല, ഒന്നുമില്ല. എല്ലാവർക്കും തുല്യ അവകാശമായിട്ട്, അതായത് നമ്മൾ നേരത്തെ വന്ന് മിശിഹ തിരിച്ച് വന്നിറങ്ങാനുള്ള സ്ഥലമാണിത്. അപ്പോൾ 3 കൂട്ടർക്കും ഒരേപോലെ അവകാശവും വിശ്വാസവും ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ ആരാധന സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ബലിയർപ്പിക്കലും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ദിവസം ഫീസ്റ്റ് ഓഫ് അനൻസിയേഷൻ എന്ന് പറഞ്ഞ ഒരു വർഷത്തിൽ ഒരു പെരുന്നാളുണ്ട്. അന്ന് ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് കൂടിയൊരു പ്രെയറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇത് അൾത്താറെന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഓരോ കാലഘട്ടങ്ങളിലെയും പള്ളികളിലെ അവശിഷ്ടങ്ങളാണ് ഈ ഓരോ മതവിഭാഗത്തിനും അൾത്താറായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എഴുതിയിട്ടുണ്ട് ദ റിമൈൻസ് ഓഫ് ബൈസന്റൈൻ ചർച്ച്. നമ്മൾ അങ്ങോട്ട് നടന്നു നോക്കിക്കഴിഞ്ഞാൽ ഓരോ മതവിഭാഗങ്ങൾക്കും ഉള്ളത് കാണാൻ പറ്റും. ഇത് കണ്ട അർമേനിയൻ അൾത്താർ, അതായത് അർമേനിയൻ ഓർത്തഡോക്സുകാരുടെ അല്ലേ? കോപ്റ്റിക് അൾത്താർ, സിറിയൻ അൾത്താർ ഈ കാണുന്നത്. നമ്മളിനി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോകണ്ട. ഇവിടെ ഈശോൻ്റെ കാൽപാദമുണ്ട്. അതായത് കാല് കുത്തിയിട്ടാണല്ലോ ആകാശത്തിലോട്ട് സ്വർഗത്തിലോട്ട് പോയത്. അപ്പോൾ ഈശോൻ്റെ കാൽപാദം പതിഞ്ഞ ആ ഒരു പാറ ഇവിടെ കാണാം. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഫുള്ള് കല്ല് വെച്ച് പണിതാണ് കേട്ടോ. ഓ യെസ്, ഇതാണ് ആ ഒരു സ്ഥലം.